ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ? പറ്റുന്നുണ്ട് സർ. ഓക്കെ, അപ്പോൾ എനിക്ക് മൊബൈലിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അത് ഫുൾ സ്ക്രീനിലാണ് കാണുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ടും കാണാം. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. കാരണം എനിക്ക് മൊബൈലിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല, നെറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അപ്രോച്ചസ് ഇൻ സൈക്കോളജി അല്ലെ, മനഃശാസ്ത്ര സമീപനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫിലോസഫി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഫിലോസഫി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിന്തകളും അവരുടെ ആഗ്രഹങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെ, വ്യക്തി വ്യത്യാസം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതുപോലെ തന്നെ മനഃശാസ്ത്ര മേഖലയിലും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് ഈ മനഃശാസ്ത്ര മേഖലയിലേക്ക് വന്നത്. മനസ്സിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടാണ് അവർ ഈ മേഖലയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ഈ മേഖലയിലേക്ക് വന്നു. അപ്പൊ ഇതിനകത്ത് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരും എന്ത് ചെയ്തിരുന്നു, അവരുടേതായിട്ടുള്ള ഒരു ഫിലോസഫി, അവരുടേതായിട്ടുള്ള ഒരു ചിന്താധാര മുൻപിലേക്ക് വെച്ചാണ് അവർ നടന്നിരുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അതിൽ കുറെ ഫിലോസഫേഴ്സ് മറ്റ് ആളുകളെ അവരുടെ അടുത്തുള്ള ആളുകളായിട്ട് കണ്ടുകൊണ്ട്, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഹ്യൂമനിസം അല്ലെ, മാനവികതാവാദം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു മനസാക്ഷിക്കൊത്ത മറ്റുള്ളവരെയും പരിഗണിക്കണം എന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അവരുടെ മനസ്സിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചൊക്കെ അവർ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മനഃശാസ്ത്ര ശാഖ തന്നെ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫിലോസഫേഴ്സ് ആണ് ഈ പറയുന്നത് പോലെ സൈക്കോളജിസ്റ്റുകളായിട്ട് മാറിയത്, മനഃശാസ്ത്രജ്ഞന്മാരായിട്ട് മാറിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ ചിന്താധാരകൾ ഉണ്ടായിരുന്നു. മനസ്സിനെയും ആത്മാവിനെയും കുറിച്ചുള്ള ചിന്താധാരകളായിരുന്നു കൂടുതലുമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ മനഃശാസ്ത്ര ചിന്താധാരകളില് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്രോച്ചസ് ഇൻ സൈക്കോളജിയില് 7 വാദങ്ങളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, 7 വാദങ്ങളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ വാദം എന്ന് പറയുന്നത് ഘടനാവാദമാണ്. നമുക്കറിയാം, ഒരു ബ്രാഞ്ച് ഉണ്ടായാൽ തന്നെ അല്ലെ, ഒരു ശാഖ ഉണ്ടായാൽ, ഒരു സയൻസിന്റെ ഒരു ശാഖ ഉണ്ടായപ്പോൾ, ഈ സൈക്കോളജി എന്ന് പറയുന്ന ഈ ശാസ്ത്ര ശാഖ ഉണ്ടായപ്പോൾ തന്നെ നമുക്കറിയാം അതിനൊരു ഘടനയില്ലാതെ നടക്കില്ല അല്ലെ, ഒരു സ്ട്രക്ചർ ഇല്ലാതെ നടക്കില്ല. അപ്പൊ ആദ്യത്തെ വാദം തന്നെ ആര് തന്നെ കൊണ്ടുവന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മനഃശാസ്ത്ര ശാഖയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, ഓക്കെ, മനഃശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം വൂണ്ട്. ആരാണ്? മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം വൂണ്ട് തന്നെ ഒരു സ്ട്രക്ചർ കൊടുത്തു എന്നൊന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഘടനാവാദം എന്ന് പറയുന്ന വാദം, സ്ട്രക്ചറലിസം എന്ന് പറയുന്ന വാദത്തെ കുറിച്ച് നമുക്ക് പഠിക്കണം. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ട്രക്ചർ മാത്രം പോരാ, ഘടന മാത്രം പോരാ, അത് ഫങ്ഷൻ ചെയ്യണം അല്ലെ, അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ധർമ്മം ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തൊരു വാദം വരുന്നു. അതാണ് ധർമ്മവാദം എന്ന് പറയുന്നത്, ഫങ്ഷണലിസം. അത് കഴിഞ്ഞതിന് ശേഷം സമഗ്രതാവാദം എന്ന് പറയുന്ന മറ്റൊരു വാദം വരുന്നു. അതിന് നമ്മൾ ജസ്റ്റാൾട്ടിസം എന്ന് പറയും. ദെൻ അടുത്തത് വ്യവഹാരവാദം എന്ന് പറയും. അതിന് പറയുന്ന പേരെന്താണ്? ബിഹേവിയറിസം എന്ന് പറയാം. വ്യവഹാരവാദം, ബിഹേവിയറിസം. ദെൻ മാനസിക അപഗ്രഥനം എന്ന് പറയാം, സൈക്കോ അനാലിസിസ്. ഓക്കെ, മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന മറ്റൊരു വാദം. ദെൻ മാനവികതാവാദം എന്ന് പറയുന്ന വാദം, അതായത് ഹ്യൂമനിസം എന്ന് പറയുന്ന മറ്റൊരു വാദം. ജ്ഞാന നിർമ്മിതി വാദം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിസം എന്ന് പറയുന്ന
ലാസ്റ്റ് വരുന്ന ഒരു വാദം. ഓക്കെ, അപ്പൊ അങ്ങനെ 7 വാദങ്ങളാണ്. ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് വാദങ്ങളുണ്ട്. പക്ഷെ നമുക്ക് 7 വാദങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. പക്ഷെ ഞാൻ ഇതിനകത്ത് 9-10ഓളം വാദങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ എന്തായാലും ഈ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചു പോകണം. ഞാൻ സ്പീഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പറയണം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ആദ്യത്തെ വാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഘടനാവാദം എന്ന് പറയും, അതായത് സ്ട്രക്ചറലിസം എന്ന് പറയാം അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു, മനഃശാസ്ത്ര ശാഖ ഉണ്ടാക്കിയ വ്യക്തി അല്ലെങ്കിൽ അതിനൊരു സ്ട്രക്ചർ കൊടുത്തത്, അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വില്യം വൂണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മനഃശാസ്ത്ര ശാഖ എന്ന് പറയുന്ന ആ ശാഖയ്ക്ക് ഒരു മുറിവുണ്ടാക്കിയത്, ആദ്യമായി ഒരു സ്ട്രക്ചറിലൂടെ ഒരു മുറിവുണ്ടാക്കിയത്, ഉണ്ടാക്കിയത് ആരാണ്? വില്യം വൂണ്ടാണ്. ഓക്കെ, വിൽഹം വൂണ്ട് എന്നാണ് കറക്റ്റ് പേര്. മലയാളത്തിൽ എഴുതുമ്പോൾ നമ്മൾ വില്യം വൂണ്ട് എന്ന് എഴുതുന്നതേ ഉള്ളൂ. ഇൻ കേസ് PSC ചോദിക്കാൻ വിൽഹെൽം എന്നാണ് അത് എഴുതുന്നത്. ഓക്കെ, വിൽഹെൽം വൂണ്ട് എന്നാണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ വില്യം വൂണ്ട് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്, തെറ്റായി പോയല്ലോ എന്ന് വിചാരിക്കരുത്. അപ്പോ വിൽഹെൽം വൂണ്ട് എന്ന് വന്നാലും വില്യം വൂണ്ട് എന്ന് വന്നാലും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം വൂണ്ടാണ്. ഓക്കെ, വില്യം വൂണ്ടാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അവരെന്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് അന്തർനിരീക്ഷണം അല്ലെങ്കിൽ അന്തർദർശനം അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? ഓക്കെ, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള അന്തർനിരീക്ഷണം അല്ലെങ്കിൽ അന്തർദർശനം അല്ലെ, നമ്മൾ അവലോകനം എന്നൊക്കെ പറയും. നമ്മളെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അന്തർനിരീക്ഷണം അല്ലെങ്കിൽ അന്തർദർശനം അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. അപ്പൊ ഏതിനാണ് പ്രാധാന്യം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതിനെയൊക്കെ പറയണം? നമ്മുടെ അന്തർനിരീക്ഷണം അല്ലെങ്കിൽ അന്തർദർശനത്തിനാണ് എന്ത് ചെയ്തത്? പ്രാധാന്യം കൊടുത്തത് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇതിനകത്ത് വില്യം വൂണ്ടിന്റെ ആശയങ്ങളിൽ നിന്നാണ് ഘടനാവാദത്തിന്റെ തുടക്കം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പോ വൂണ്ടിന്റെ ഈ പറയുന്ന ഘടനാവാദം വളരെ പ്രത്യേകമായിട്ട് ആ ഒരു സമയത്ത് ആദ്യം ഉണ്ടായത് കൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് മാറി കേട്ടോ. പെട്ടെന്ന് തന്നെ അതങ്ങ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചോദ്യം വരാം, ആദ്യത്തെ മനഃശാസ്ത്ര സമീപനം ഏതെന്ന് ചോദിച്ചാൽ അത് ഘടനാവാദമാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഒരു ചോദ്യം വരാം, ആദ്യത്തെ മനഃശാസ്ത്ര സമീപനവും എന്നാൽ നിലവിൽ ഇല്ലാത്തതുമായിട്ടുള്ള മനഃശാസ്ത്ര സമീപനം. ഞാൻ എന്താ പറഞ്ഞേ? ആദ്യത്തെ മനഃശാസ്ത്ര സമീപനവും എന്നാൽ നിലവിൽ ഇല്ലാത്തത്. ഓക്കെ, നിലവിൽ എന്തില്ല? ഈ ഒരു സമീപനം ഇപ്പോ ഇല്ല. ഓക്കെ, ഈ നിലവിൽ ഈ ഒരു സമീപനം ഇപ്പോ ഇല്ല എന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ ഓർത്തു വെക്കുക, ആദ്യത്തെ മനഃശാസ്ത്ര സമീപനം എന്ന് ചോദിച്ചാൽ അത് ഘടനാവാദം. എന്നാൽ വീണ്ടും ചോദിക്കുന്നു, ഇന്ന് ഇല്ലാത്തത്, നിലവിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു വാദം ഏതാണ് എന്ന് ചോദിച്ചാൽ, മനഃശാസ്ത്ര സമീപനം ഏതെന്ന് ചോദിച്ചാൽ അത് ഘടനാവാദമാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോസ്പെക്ഷൻ ആണ്, അന്തർനിരീക്ഷണമാണ്, അവലോകനമാണ്. നമ്മൾ തന്നെ നമ്മളെ എന്ത് ചെയ്യാണ്? നിരീക്ഷിക്കുകയാണ്, അന്തർദർശനം നടത്തുകയാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അങ്ങനെ നടക്കുമ്പോ അദ്ദേഹം പറയുന്നത് മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാം, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിക്കാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ഇല്ലാണ്ടായി എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഒരിക്കലും നമുക്ക് മനുഷ്യ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഘടകങ്ങളായി വിഭജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നാൽ അദ്ദേഹം പറയുന്നത് മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാം, മനസ്സിനെ ആശയങ്ങളായും വികാരങ്ങളായും വേർതിരിക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പല വികാരങ്ങളും ആശയങ്ങളുമായി ചേർന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ പല ആശയങ്ങളും വികാരങ്ങളുമായി ചേർന്ന് വരുന്നതാണ് അല്ലെ. ഓരോരുത്തരുടെ സ്വഭാവം തന്നെ അവരുടെ ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമുക്കറിയാം. ആ ഇമോഷൻസ് കറക്റ്റ് അല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു ചിന്തയിൽ കൂടെയും പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. തെറ്റായിട്ടുള്ള ചിന്തയിൽ കൂടെ നമ്മൾ പോകുമെന്നറിയാം. ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചിന്തകൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുതെന്ന് നമ്മളോട് മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷിച്ചിരിക്കുമ്പോഴും വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴും ഒരു തീരുമാനങ്ങൾ എടുക്കരുത്, ഒരു വാക്കും കൊടുക്കരുത്, ഒരു പ്രോമിസ് ഒന്നും കൊടുക്കരുത്. കാരണം നിങ്ങൾ അൺസ്റ്റേബിൾ ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേർതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പറഞ്ഞത് മനസ്സിനെ ആശയങ്ങളായും
വികാരങ്ങളായും വേർതിരിക്കാം എന്ന് ആര് പറഞ്ഞു? വില്യം വൂണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ആളും കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മളിപ്പം പറഞ്ഞത് ഉപജ്ഞാതാവാണ് കേട്ടോ. ഉപജ്ഞാതാവ് എന്നാണ് പറയേണ്ടത്. ഉപജ്ഞാതാവ് ആരാണ്? ഉപജ്ഞാതാവ് ആണ് ആരെന്ന് പറയുന്നത്? വില്യം വൂണ്ട് എന്ന് പറയുന്നത് ഉപജ്ഞാതാവാണ്, പ്രൊപ്പണന്റ് എന്ന് പറയാം കേട്ടോ. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഫൗണ്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉപജ്ഞാതാവ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പഠിച്ചോണം. LP-UP-ക്കാർ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത് ആ വാക്കാണ്, ഉപജ്ഞാതാവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പിതാവെന്ന് ചോദിക്കാം, ഉപജ്ഞാതാവെന്നോ പിതാവെന്നോ ചോദിക്കാം. അപ്പൊ എന്തായാലും പ്രൊപ്പണന്റ് എന്ന് പറയുന്നത് കേറ്ററ്റുകാർ അതും കൂടെ പഠിച്ചു പോകണം. പ്രൊപ്പണന്റ് അല്ലെ, ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്? വില്യം വൂണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഒരു ശാഖയും ഒരു വ്യക്തിയെ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യണമെന്നില്ല, ഇത് നിലവിൽ നിൽക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വില്യം വൂണ്ടിന്റെ വാക്കുകളോട് ഇഷ്ടമുള്ള കുറെ പേര് കാണും അല്ലെ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ. നമുക്ക് ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് മറ്റുള്ളവരുടെ ഫ്രണ്ട്സ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം നമ്മൾ എപ്പോഴും പറയാറുള്ള നമ്മുടെ വൈബിനനുസരിച്ച്, നമ്മുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വരുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലപാടുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നവർ മാത്രമേ നമ്മുടെ ഫ്രണ്ട്സ് ആകാറുള്ളൂ. അങ്ങനെ വില്യം വൂണ്ടിന്റെ നിലപാടുമായിട്ട്, സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഘടനാവാദവുമായിട്ട് ആ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയാണ് എഡ്വാർഡ് തിച്നർ. ആരാടാ? എഡ്വാർഡ് തിച്നർ. അദ്ദേഹത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വക്താവ് എന്ന് വിളിക്കാം കേട്ടോ. വക്താവ് എന്ന് വിളിക്കാം. ഉപജ്ഞാതാവും വക്താവും. അപ്പൊ വക്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കസി എന്ന് പറയാം, അഡ്വക്കേറ്റ് എന്ന് പറയാം. കാരണം ഇതിനെ സ്പ്രെഡ് ചെയ്ത വ്യക്തിയാണ് കേട്ടോ. ഇത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? എഡ്വാർഡ് തിച്നർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വക്താവ് എന്ന് പറയാൻ കാരണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഘടനാവാദം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അന്തർനിരീക്ഷണമാണ് പ്രധാനം, അന്തർദർശനമാണ് പ്രധാനം എന്ന് പറഞ്ഞത് വില്യം വൂണ്ടാണ്, ഒരു സംശയമില്ല. ഓക്കെ, അപ്പോ ആ ഒരു വാദത്തിന് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന പേര് കൊടുത്തത് വില്യം വൂണ്ട് അല്ല കേട്ടോ. അതാരാണ്? എഡ്വാർഡ് തിച്നർ ആണ്. ആ നിലപാടുകൾ സ്വീകരിക്കുകയും അത് ഒരു ഘടനാവാദമാണ്, അല്ലെങ്കിൽ ഒരു ഘടന കൊടുക്കുന്നതാണ്, മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാം എന്ന് പറയുന്ന ഒരു വാദമായതുകൊണ്ട് തന്നെ അതിനെ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന പദം കൊടുത്തത്, ആ ടേം കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ അത് എഡ്വാർഡ് തിച്നർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോടാ? അപ്പൊ എഡ്വാർഡ് തിച്നർ ആണ്. ഒരു കാര്യം ഇവിടെ ഓർത്തു വെക്കുക, 1927 ആയപ്പോ, 1920 കൂടി നമ്മുടെ വില്യം വൂണ്ട് മരണമടയുന്നു. 1927 ആരും മരിക്കുന്നു? എഡ്വാർഡ് തിച്നറും മരിക്കുന്നു. ഓക്കെ, എഡ്വാർഡ് തിച്നറും മരിക്കുന്നുണ്ട്. അപ്പോ ഈ 1927 ശേഷം സത്യം പറഞ്ഞാൽ മറ്റ് വക്താക്കളൊന്നും ആരിലേക്ക് വന്നില്ല ഘടനാവാദത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഘടനാവാദം കറക്റ്റ് ആണ് പറയുന്നത്, ആ സമീപനം കൊള്ളാം എന്ന് പറഞ്ഞു വന്നില്ല കേട്ടോ. ഒരു റീസണും കൂടെയുണ്ട്, മറ്റൊരു വാദം നിലവിൽ വന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ വാദത്തിനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കുക, 1927 കൂടി തന്നെ ഈ ഒരു വാദം ശിഥിലീകരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ തുടങ്ങി, നശിച്ചു പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ ആരും ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ ഇല്ലാണ്ടായി. എഡ്വാർഡ് തിച്നർ 1927 മരണമടയുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ആരും സ്പ്രെഡ് ചെയ്യാതെ ആയി എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഘടനാവാദം വില്യം വൂണ്ട്, അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് വില്യം വൂണ്ട്. അദ്ദേഹം എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ഘടനാവാദത്തിനകത്ത് പ്രാധാന്യം കൊടുത്തത് അന്തർനിരീക്ഷണത്തിന്, ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ അന്തർദർശനം. ഓക്കെ, ആദ്യത്തെ മനഃശാസ്ത്ര സമീപനവും നിലവിൽ ഇല്ലാത്തതുമായിട്ടുള്ള സമീപനം ഏതെന്ന് ചോദിച്ചാൽ അത് ഘടനാവാദം. മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? വില്യം വൂണ്ടാണ്. മനസ്സിനെ ആശയങ്ങളായും വികാരങ്ങളായും വേർതിരിക്കാം എന്ന് പറഞ്ഞതും വില്യം വൂണ്ടാണ്. എഡ്വാർഡ് തിച്നർ ആണ് ഈ ഒരു വാദത്തിന്റെ വക്താവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഒരു വൂണ്ട് ഉണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് വില്യം വൂണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് വില്യം വൂണ്ടാണ്. ഇനി എഡ്വാർഡ് തിച്നർ എന്ന് പറയുന്നത് വക്താവാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് 2 പോയിന്റും കൂടെ ഈ ഒരു ഘടനാവാദത്തിൽ പഠിക്കണം. അത് ഇതാണ്, ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല,
ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് വില്യം വൂണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് വില്യം വൂണ്ടിനെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞതിന് കാരണം? ആദ്യം മനഃശാസ്ത്ര ശാഖയ്ക്ക് ഒരു മുറിവ് ഉണ്ടാക്കിയത് ആര് തന്നെയാണ്? വില്യം വൂണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന മനസ്സിന്റെയും ആത്മാവിന്റെയും പഠനത്തെക്കുറിച്ച് ഒരു മുറിവുണ്ടാക്കിയത് വില്യം വൂണ്ടാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല അദ്ദേഹം നിർമ്മിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല 1879 ലീപ്സിഗ് സർവകലാശാലയിൽ, എവിടത്തെ? ജർമ്മനിയിലെ ലീപ്സിഗ് സർവകലാശാലയിലാണ് അദ്ദേഹം സ്ഥാപിച്ചത് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ രാജ്യം ഓർത്തു വയ്ക്കുക. ജർമ്മനിയിൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചത് വില്യം വൂണ്ടാണ്. ഏത് സർവകലാശാലയിൽ എന്ന് ചോദിച്ചാൽ ലീപ്സിഗ് സർവകലാശാല. നിങ്ങൾ ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന ആ ഒരു പിക്ചറാണ് ലീപ്സിഗ് സർവകലാശാല. ജർമ്മനിയിലെ ലീപ്സിഗ് സർവകലാശാലയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് മതി നമുക്ക് പരീക്ഷയ്ക്ക് ഘടനാവാദത്തിന്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഘടനാവാദം ഓക്കെ ആണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ? ഓക്കെ ആണോ? എനിക്ക് മെസ്സേജ് ഇട്ടാൽ കാണാൻ പറ്റില്ല, നിങ്ങൾ സംസാരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വാദത്തിലേക്ക് വരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ കാണാൻ പറ്റുന്നില്ല, ഞാൻ ഫുൾ സ്ക്രീനിൽ ഇട്ടേക്കാണ്. ഓക്കെ, രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ധർമ്മവാദമാണ്. വില്യം ജെയിംസ് ആണ് അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഉപജ്ഞാതാവ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഉദ്ഘാടകൻ എന്നാണ് കേട്ടോ. ഉദ്ഘാടകൻ എന്നും അതുപോലെ തന്നെ വക്താവെന്നും വിളിക്കാറുണ്ട്. ആരെ? വില്യം ജെയിംസ്. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞോ, എന്തുകൊണ്ടാണ് സ്ട്രക്ചറലിസം, ഘടനാവാദം ഈ പറയുന്നത് പോലെ ബലം കുറയാൻ കാരണം, അതിന്റെ ശക്തി കുറഞ്ഞു പോകാൻ കാരണം എന്താ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ധർമ്മവാദത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഈ ധർമ്മവാദം അവിടെ വന്നതോടുകൂടിയാണ് ഏതിന്റെ ഇമ്പോർട്ടൻസ് കുറയാൻ തുടങ്ങിയത്? സ്ട്രക്ചറലിസത്തിന്റെ, ഘടനാവാദത്തിന്റെ ഇമ്പോർട്ടൻസ് കുറയാൻ തുടങ്ങിയത്. അപ്പൊ ഇത് ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ജെയിംസ് ആണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത്. മറ്റത് തെറ്റെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അന്തർനിരീക്ഷണം, അല്ലെ? ഒരു മനുഷ്യനോട് നമ്മൾ പറയാണ്, ഒരു കുട്ടിയോട് നമ്മൾ പറയാണ്, എടാ നീ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് നീ ഒന്ന് ചിന്തിച്ചേ, അല്ലെ? ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സാം കഴിയുമ്പോ നിങ്ങൾ ഒരു അവലോകനം നടത്തണം. ഞാൻ പഠിച്ചതെല്ലാം ശരിയായിരുന്നോ? ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് കിട്ടിയോ? എന്തുകൊണ്ട് എനിക്ക് തെറ്റി? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു അവലോകനം ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയമുള്ളൂ, അല്ലെ? ഇത് നമ്മൾ പലപ്പോഴും സ്കൂളിൽ ഉപയോഗിക്കുന്നതാണ് ആ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന രീതി, അവലോകനം, അന്തർദർശനം നടത്തുന്ന രീതി എന്ന് പറയുന്നത്. പക്ഷെ ആ കുട്ടി അത് ചെയ്യണമോ ചെയ്യണ്ടയോ, ഇനി ചെയ്താൽ തന്നെ സത്യം തുറന്നു പറയണോ എന്നൊക്കെ അദ്ദേഹം അല്ലെങ്കിൽ ആ കുഞ്ഞ് തീരുമാനിക്കുന്നത് അവന്റെ മനസ്സിന്റെ പ്രവർത്തനമല്ലേ? അന്തർനിരീക്ഷണം മാത്രമാണോ? മനസ്സിന്റെ പ്രവർത്തനമാണ്. അപ്പൊ അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് ഫങ്ഷണലിസം അല്ലെങ്കിൽ ധർമ്മവാദത്തിന് പ്രാധാന്യം കൊടുത്തത് മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് കേട്ടോ. മനസ്സിന്റെ പ്രവർത്തനത്തിനാണ്. അപ്പൊ ഓർത്തു വെക്കുക, മനസ്സിന്റെ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുത്ത വാദം ഏത് അല്ലെങ്കിൽ സമീപനം ഏതെന്ന് ചോദിച്ചാൽ അത് ധർമ്മവാദമാണ്. ഓക്കെ, ധർമ്മവാദമാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇത് നോക്കിക്കുക, എന്ത് ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്നത് മനസ്സിന്റെ ധർമ്മമാണ്. പരിസരവുമായി ഇണങ്ങിപ്പോകാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും. അപ്പൊ മനസ്സും ജീവിയുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെ, നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല, നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ ആശയങ്ങളും ഈ പറയുന്ന പോലെ ഇമോഷൻസും വികാരവും ഒന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ വന്നു എന്ന് ചോദിച്ചാൽ ഈ പരിസരത്ത് ഇണങ്ങിപ്പോകാൻ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. അതുപോലെ തന്നെ അതെന്താണ്? മനസ്സിന്റെ ഫംഗ്ഷനാണ്, അല്ലെ? മനസ്സിന്റെ ഫംഗ്ഷനാണ്. കാരണം നിങ്ങൾക്ക് LP UP എഴുതിയെടുക്കണം അല്ലെങ്കിൽ KTET എഴുതിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം, അത് നിങ്ങളുടെ മനസ്സിൽ, ആ ഒരു ഇമോഷൻ, ആ ഒരു വികാരം നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇണങ്ങിപ്പോകുന്നത്, ഈ ഒരു ക്ലാസ്സുമായി ഇണങ്ങിപ്പോകുന്നത്. അല്ല ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണമോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിന്റെ പ്രത്യേകതയോ ഒന്നും കൊണ്ടല്ല. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട്? എല്ലാവർക്കും വേണമെങ്കിൽ ഈ ക്ലാസ്സിൽ വന്നിരിക്കാം, അല്ലെ? മാനസികമായിട്ട് നിങ്ങളുടെ മനസ്സൊരുക്കി വെച്ചാൽ മാത്രമേ ഞാൻ പറയുന്നതെല്ലാം അങ്ങോട്ട് കയറത്തുള്ളൂ. ഇല്ലായെങ്കിൽ എന്ത് ചെയ്യും?
ഒന്നും കയറില്ല. യാന്ത്രികമായിട്ട് നിങ്ങൾ എന്റെ ഫ്രണ്ടിൽ ഇരിക്കും അല്ലെ. അപ്പോൾ ഇണങ്ങിപ്പോകാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ധർമ്മമാണ് എന്ന് ഓർത്തുവെക്കുക. അതുകൊണ്ട് തന്നെ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ അല്ലെങ്കിൽ വക്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ജെയിംസ് ആണ്. ഓക്കെ, വില്യം ജെയിംസ് ആണ് ഉദ്ഘാടകൻ എന്നറിയപ്പെടുന്നത്. വില്യം ജെയിംസ് ആണ് എന്ന് ഓർത്തുവെക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം, അപ്പൊ വേറെ വക്താവ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇവര് രണ്ടുപേരും സ്പ്രെഡ് ചെയ്ത ആൾക്കാർ തന്നെ കേട്ടോ. ഉദ്ഘാടകൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനാഗുറേഷൻ നടത്തിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇനാഗുറേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ആ ഉദ്ഘാടകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു ധർമ്മവാദം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മറ്റൊരു വക്താവും കൂടെ നമുക്കുണ്ട്. വക്താവ് എന്നും പറയാൻ പറ്റില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ ഡൂയി അല്ലെങ്കിൽ ജോൺ ഡേവി എന്ന് ഞാൻ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ജോൺ ഡൂയി. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രക്രിയ ധർമ്മവാദം എന്ന് പറയുന്ന ഈ ഒരു വാദം വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജോൺ ഡൂയി എന്ന് പറയുന്നത് അല്ലെ. കാരണം അദ്ദേഹമാണ് ഈ ധർമ്മവാദം എന്ന് പറയുന്ന വാദം വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയത്. ഇന്നും നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഒരു വാദമാണ് ധർമ്മവാദം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യം ഇതാണ്. എന്താണ് എന്ന് ചോദിച്ചാല്, ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന വാദം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നിലവിലുള്ള ആദ്യത്തെ മനഃശാസ്ത്ര സമീപനം, എന്നാൽ ഇന്ന് ഇല്ലാത്തതുമായിട്ടുള്ളത് ധർമ്മവാദമാണോ അതോ ഘടനാവാദമാണോ? ഘടനാവാദമാണ് അല്ലെ. അത് ഘടനാവാദമായിരുന്നു, ഇന്ന് നിലവിലില്ല, അത് തീർന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന, നിലവിലെ ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര സമീപനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ധർമ്മവാദമാണ്. ഇപ്പൊ നിലവിലുള്ളത് ഏറ്റവും പഴക്കം ചെന്നത് ധർമ്മവാദമാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നിലവിലുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലില്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രക്ചറലിസം ഘടനാവാദമാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ നമ്മുടെ വില്യം ജെയിംസ് എഴുതിയ ഒരു ബുക്കുണ്ട് കേട്ടോ, പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. എന്താണത്? ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി, മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജിയുടെ മലയാളം ആണ് മനഃശാസ്ത്ര തത്വങ്ങൾ. 1890 തന്നെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1890 തന്നെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ? 1927 കഴിഞ്ഞപ്പോ സ്ട്രക്ചറലിസം അവിടെ തീരാൻ കാരണം എന്താന്ന് മനസ്സിലായല്ലോ. എന്താ റീസൺ? 1890 മുതൽ തന്നെ ഏത് ഓടിത്തുടങ്ങി? നമ്മുടെ ധർമ്മവാദം ഓടിത്തുടങ്ങി. ധർമ്മവാദത്തിൽ പറയുന്ന 4 ധർമ്മങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കണം. അത് ഓപ്ഷനായിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ധർമ്മങ്ങൾ. അതായത് ഈ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങളാണിത്: പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം. അല്ലെ, നമ്മൾ എവിടെയും വന്നു നിൽക്കുന്നത് പ്രശ്നാപഗ്രഥനത്തിലാണ് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? പഠനം, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പഠിക്കുന്നു അല്ലെ, കാര്യങ്ങളെല്ലാം പഠിക്കുന്നു. അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരണം അല്ലെ. നമ്മൾ പല കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓർമ്മയിൽ വെക്കും. പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ വേണം അല്ലെ, ഒരു പ്രചോദനം വേണം. അത് ഇന്ന ആളിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ പ്രശ്നാപഗ്രഥനം എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെ, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന നിങ്ങളുടെ ധർമ്മം. അപ്പൊ ഇതിനകത്ത് പഠിച്ചതെല്ലാം ഓർത്ത് വെക്കണമെങ്കിൽ അത് മനസ്സിന്റെ ധർമ്മമാണ്, അത് മനസ്സിന്റെ പ്രവൃത്തിയാണ്. ഓർമ്മിച്ചതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പഠിച്ചതും ഓർത്തു വെച്ചതും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് പ്രചോദനമാകുന്നെങ്കിൽ അത് മനസ്സിന്റെ ധർമ്മമാണ്. അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോകുമ്പോൾ അതും മനസ്സിന്റെ ധർമ്മമാണ് അല്ലെ. ഒരു പ്രശ്നം കാണുമ്പോൾ അത് പ്രോബ്ലം സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും, ചെയ്യാതെ മുന്നിലേക്ക് പോകാനും സാധിക്കും. അതെല്ലാം നിങ്ങളുടെ മനസ്സ് പോലെ ഇരിക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, എന്താണ്? എല്ലാത്തിനെയും വെട്ടി വീഴ്ത്താൻ കഴിവുള്ള ഇരുതല വാളാണ് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഈ വരുന്ന ഏതൊരു എക്സാം ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്,
ഞാൻ ഇന്നിപ്പോ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പലരോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് എക്സാം ആണ് ഫോക്കസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് മനസ്സിൽ തൊട്ട് പറയാൻ ചിലർക്കൊക്കെ മടി കാണും. എന്താണ്? കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അത് മനസ്സിനൊത്ത പണിയല്ല കേട്ടോ. അവിടെ എന്താണ്? നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പൊ മനസ്സിനെ അങ്ങോട്ട് കൂർപ്പിച്ചു വെക്കുക, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഷാർപ്പ് ചെയ്ത് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഈ എഴുതാൻ പോകുന്ന എക്സാം എനിക്ക് കിട്ടും എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അത് പ്രശ്ന അപഗ്രഥനം നടത്തണം, അല്ലെ? പ്രോബ്ലം സോൾവിങ് നടത്തണം. എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും? ഇതൊരു പ്രോബ്ലം ആയിട്ടാണ്, ഒരു പ്രശ്നമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ എക്സാമിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പഠിക്കണം, അത് ഓർത്ത് വെക്കണം, നിങ്ങൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ വില്യം ജെയിംസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ നേടേണ്ടത് നേടും. ഇതാണ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇത് ഉൾപ്പെടുത്താൻ കാരണം ഞാനിപ്പോ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയോ ചോദിക്കില്ലയോ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ വലിയൊരു ടീച്ചർ, അധ്യാപകൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് വരേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എക്സാമിന് വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, നിങ്ങളിപ്പോ എന്തായാലും അധ്യാപകർ തന്നെയാണ്, ഒരു സംശയമില്ല, അല്ലെ? അപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രശ്ന അപഗ്രഥനം നടത്തണം. അതിനു വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ തിയറി പഠിക്കുന്നത് കേട്ടോ, ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ധർമ്മവാദത്തിനെ കുറിച്ച് നമുക്ക് ഇത്രയും മതി. മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, പരിസരവുമായി ഇണങ്ങിപ്പോകാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്നത് മനസ്സിന്റെ ധർമ്മമാണ്. ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ അല്ലെങ്കിൽ വക്താവ് എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ ധർമ്മവാദം കൊണ്ടുവന്നത് ജോൺ ഡൂയി ആണ്. ധർമ്മങ്ങൾ എന്ന് പറയുന്ന 4 ധർമ്മങ്ങൾ അദ്ദേഹം, വില്യം ജെയിംസ്, തന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന് പറയുന്ന ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 1890 ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അതിനകത്താണ് ഈ ധർമ്മങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ധർമ്മവാദം ഓക്കെ ആണോ? ഉറങ്ങിയോ? ഓക്കെയാണ്. അതെന്താ ഒരു ഇഷ്ടമില്ലാത്തൊരു ഓക്കെ ആണല്ലോ വന്നത്. അത് ആരാ ഓക്കെ പറഞ്ഞത്? ശരി ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ കേട്ടോ. മീൻസ് മനസ്സിലായില്ലെങ്കിൽ ഉറപ്പായിട്ടും പറയണേ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ഈസ് സമഗ്രതാവാദം അല്ലെങ്കിൽ ജസ്റ്റാൾട്ടിസം എന്ന് പറയാം, അല്ലെ? ജസ്റ്റാൾട്ടിസം എന്ന് പറയാം. അപ്പൊ സമഗ്രത എന്ന് പറയുന്നത് ഹോൾനെസ് എന്നാ പറയുന്നത്. സമഗ്രത, അല്ലെ? ഒരു രൂപം അല്ലെങ്കിൽ ആകൃതി എന്ന് പറയുന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഏത് വാദത്തിന്റെ ഉത്ഭവം? സമഗ്രതാവാദത്തിന്റെ ഉത്ഭവം. ആരാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഹോൾനെസ് എന്നാ പറയുന്നത്. മാക്സിമം, അല്ലെ? ആരാ കൊണ്ടുവന്നേ? മാക്സ് വെർത്തിമർ. ഓക്കെ, ദ ഹോൾനെസ് എന്ന് പറയുന്ന രൂപം, ആകൃതി, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ ഓർത്താൽ മതി. അർത്ഥം, ആ അർത്ഥത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉപജ്ഞാതാവിനെ കണ്ടുപിടിക്കാം. ആരാണ്? മാക്സ് വെർത്തിമർ ആണ്. അപ്പൊ എന്താണ് ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? ആരാണ്? മാക്സ് വെർത്തിമർ ആണ് കേട്ടോ. മാക്സ് വെർത്തിമർ. ഓക്കെ, 1912 ഇത് അവതരിപ്പിച്ചത്. ഏത് വർഷമാണ്? 1912 ഈ സമഗ്രതാവാദം അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം. ഓക്കെ, അപ്പൊ പ്രത്യക്ഷണം എന്ന് പറയുന്നത് പെർസെപ്ഷൻ എന്ന് പറയും. ഓക്കെ, നമ്മുടെ കാഴ്ചപ്പാട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വാക്ക് പറയാൻ പറ്റുന്നത് കാഴ്ചപ്പാട്, അല്ലെ? നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മൾ ഒരു കാര്യം, ഒരു ഈവന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് തന്നെയല്ലേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്? നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാട്. ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തോ ഇവന്മാരെ എഴുതി വെച്ചേക്കുന്നത്, ഇത്രയൊക്കെ തെറി പറയാനുള്ള കാര്യം ഇതിനകത്തുണ്ടോ? അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതാണ്, അവർക്ക് തോന്നുന്നതാണ് അവർ അവിടെ എഴുതി വെച്ചത്. അത് അവരുടെ കാഴ്ചപ്പാടാണ്. ഓക്കെ, അപ്പോ ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ വീഡിയോ
ആ ഒരു റീല് ആ വ്യക്തി കണ്ടത്, ആ വ്യക്തി മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ ഒരു രൂപം കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ മനസ്സിലായോ? അപ്പോ സമഗ്രതാവാദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ അന്തർദൃഷ്ടി പഠനത്തിനാണ്. ഓക്കെ, അന്തർദൃഷ്ടി പഠനം. നമ്മള് സ്ട്രക്ചറലിസത്തിനകത്ത് പറഞ്ഞത് അന്തർദർശനമാണ് കേട്ടോ, അന്തർദർശനമാണ് പറഞ്ഞത് അല്ലെ, അന്തർനിരീക്ഷണമാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൃഷ്ടിയാണ്. അന്തർദൃഷ്ടി, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. ഓക്കെ, ഇൻസൈറ്റ്ഫുൾ. മറ്റേതെന്താണ്? ഇൻട്രോസ്പെക്ഷൻ ആണ്. ഓക്കെ, ഇൻസൈറ്റ്ഫുൾ ലേണിംഗിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. അപ്പോ അന്തർദൃഷ്ടി പഠനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് ഓർത്തുവെക്കാം. അപ്പൊ ഈ അന്തർദൃഷ്ടി പഠനം എന്ന് പറയുന്ന ആശയം ഉത്ഭവിച്ചത് മാക്സ് വെർത്തിമറിൽ നിന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. മാക്സ് വെർത്തിമർ തന്നെയാണ് ആശയമൊക്കെ കൊണ്ടുവന്നത്. സമഗ്രതാവാദം എന്ന് പറയുന്ന ആശയമൊക്കെ കൊണ്ടുവന്നത് ആര് തന്നെയാണ്? മാക്സ് വെർത്തിമർ തന്നെയാണ്. അന്തർദൃഷ്ടി പഠനത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. പക്ഷെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഈ അന്തർദൃഷ്ടി പഠനം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് തെളിയിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോ അങ്ങനെ നമ്മുടെ ഈ മാക്സ് വെർത്തിമറിന്റെ അല്ലെങ്കിൽ സമഗ്രതാവാദത്തിന്റെ രണ്ട് വക്താക്കളെയും കൂടെ പഠിച്ചു വെച്ചോളൂ. രണ്ട് വക്താക്കളുണ്ട് ഇവിടെ. ഒന്നാമത്തത് വൂൾഫ് ഗാങ് കോക്ലർ. 3 പേരല്ല, ഒരാളാണ് കേട്ടോ. വൂൾഫ് ഗാങ് കോക്ലർ. ഓക്കെ, അയാളുടെ പേരെന്താണ്? കോക്ലറും. അടുത്ത ആളുടെ പേരെന്താണ്? കർട്ട് കാഫ്ക. ഓക്കെ, കർട്ട് കാഫ്ക എന്ന് പറയുന്ന. അപ്പൊ കോക്ലറും കാഫ്കയും അത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേ. വൂൾഫ് ഗാങ് കോക്ലർ, വൂൾഫ് ഗാങ് കോക്ലർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. വൂൾഫ് ഗാങ് കോക്ലർ എന്ന് തന്നെ ഉണ്ടായിരുന്നു, മറ്റത് കർട്ട് കാഫ്ക എന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ കോക്ലറും കാഫ്കയും പഠിച്ചു വെച്ചോളൂ. ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യം നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് അന്തർദൃഷ്ടി പഠനത്തെ കുറിച്ച്, അന്തർദൃഷ്ടി ആശയത്തെ കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്തത്, പഠനം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് കോഹ്ലറാണ്. ഓക്കെ, അത് കോഹ്ലറാണ്. അപ്പോ ആശയം ആരുടെ തന്നെയായിരുന്നു? മാക്സ് വെർത്തിമറിന് തന്നെയായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് പഠിച്ചത്, ഗവേഷണം നടത്തിയത് ആരാണ്? കോഹ്ലറാണ് എന്ന് ഓർത്തുവെക്കാം. കോഹ്ലർ എങ്ങനെയാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ ഒരു ചിമ്പാൻസിയിലാണ് അദ്ദേഹം അതിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത്. ആ ചിമ്പാൻസിയുടെ പേരാണ് സുൽത്താൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ചിമ്പാൻസിനെ, സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസി. ശരിക്കും സൾട്ടൻ എന്നാണ് അത് പറയുന്നത്, പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയാം സുൽത്താൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയത് ആരെന്ന് ചോദിക്കാം? കോഹ്ലറാണ്. അന്തർദൃഷ്ടി പഠനത്തിനെ കുറിച്ച് ഗവേഷണം നടത്തിയത്, കൂടുതലായിട്ട് പഠനം നടത്തിയത് ആരെന്ന് ചോദിക്കാം? കോഹ്ലറാണ്. ഓക്കെ, അതുപോലെ തന്നെ ജസ്റ്റാൾട്ടിസം, സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവെന്ന് ആരെന്ന് ചോദിക്കാം? മാക്സ് വെർത്തിമറാണ്. ഏത് വർഷത്തിലാണ് ഈ സമഗ്രതാവാദത്തെ കുറിച്ച് പ്രതിപാദിച്ചതെന്ന് ചോദിച്ചാൽ 1912-ലാണ്. ഈ സമഗ്രതാവാദവും ഒരു കാരണമാണ് കേട്ടോ, നമ്മുടെ സ്ട്രക്ചറലിസം ഇല്ലാണ്ടാവാൻ ഒരു കാരണമാണ്. കാരണം 1912 വന്നു അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു 1927 നമ്മുടെ എഡ്വാർഡ് തിച്നർ മരിച്ചതോടുകൂടി ഏകദേശം അതിന്റെ ശക്തി കുറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞു. അതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 1890 വന്ന പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന വില്യം ജെയിംസിന്റെ ആ ബുക്കും അതുപോലെ തന്നെ 1912 പ്രചരിച്ച സമഗ്രതാവാദവും ഇതിനൊരു കാരണമായിരുന്നു എന്ന് പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇതിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള പിക്ചേഴ്സ് എല്ലാം സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമ്മൾ പറയും എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഇരുന്ന് എണ്ണും അല്ലെ. ഇതൊരു ട്രയാങ്കിള്, ദെൻ ഇതൊരു ട്രയാങ്കിള്, ദെൻ ഇതൊരു ട്രയാങ്കിള്, ദെൻ ഇവിടെ ഒരു ട്രയാങ്കിള്, ഇവിടെ ഒരു ട്രയാങ്കിള്, പിന്നെ മൊത്തത്തിൽ ഒരു ട്രയാങ്കിള് അല്ലെ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എണ്ണാൻ പറ്റും. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെ ഒരു ട്രയാങ്കിള്, അങ്ങനെ പലതരത്തിൽ നമുക്ക് ട്രയാങ്കിളിന് എണ്ണം എടുക്കാം. പക്ഷെ ഇവിടെ ട്രയാങ്കിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇവിടെ നമ്മൾ പൂർത്തീകരിക്കുകയാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ കാഴ്ചപ്പാടാണ് ഇവിടെ ട്രയാങ്കിൾ ഉണ്ടെന്ന്. കുറെ വരകൾ മാത്രമേ ഉള്ളൂ, കുറെ റൗണ്ട്സും പോലും ഇല്ല. ഇവിടെ സർക്കിൾ എന്ന് പറയുന്ന ഒരു സാധനമല്ല. പക്ഷെ നമ്മൾ ഇതിനെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ സർക്കിൾ ആണെന്ന് നമ്മൾ മനസ്സിലെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന WWFന്റെ ഫോണ്ട് അല്ല, നമ്മുടെ ഈ പറയുന്ന ലോഗോ, വേൾഡ് വൈഡ് ഫണ്ടിന്റെ നമ്മുടെ ജൈൻ പാണ്ട അല്ലെ, ഭീമൻ പാണ്ട എന്ന് പറയുന്ന ഈ പാണ്ട, ഇത് അതിന്റെ ലോഗോയാണ്. പക്ഷെ ഇത് ഇവിടെ പാണ്ഡ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാണ്ഡ ഇല്ല.
കാരണം ഇത് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഇതിപ്പോ നമ്മളിങ്ങനെ കാണുന്ന ഫിഗറിൽ ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ അങ്ങ് പൂർത്തീകരിച്ച് എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പാണ്ഡയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് ഓർത്തു വെക്കുക. അല്ലാതെ ഇവിടെ ആരില്ല, പാണ്ഡ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഇത് കാണുമ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് കാണുന്നു, പക്ഷെ ഇതൊരു പ്ലെയിൻ ആണോ? അല്ല, കുറെ വരകളൊക്കെയാണ് അല്ലെ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പ്ലെയിൻ ആക്കി മാറ്റിയെടുക്കുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടാണ് അതിനെന്തായിട്ട് മാറ്റുന്നത്, പ്ലെയിൻ ആക്കി മാറ്റുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ ഓർത്തോണം കേട്ടോ, അതൊക്കെ ഏതാണ്, ജസ്റ്റാൾട്ടിസം ആണ് എന്ന് ഓർത്തു വെക്കുക. സമഗ്രതാവാദവുമായിട്ട് ബന്ധമുള്ള ഇമേജസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി സംവേദനങ്ങളെ സ്വാധീനിക്കുന്ന 4 ദൃശ്യ ഘടകങ്ങളെ കുറിച്ച് ആര് പറയുന്നുണ്ട്? നമ്മുടെ വില്യം അല്ല, മാക്സ് വെർത്തിമർ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മാക്സ് വെർത്തിമർ പറയുന്നത് സംവേദനങ്ങളെ സ്വാധീനിക്കുന്ന 4 വിഷ്വൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, കണ്ടിന്യൂറ്റി ആൻഡ് ക്ലോസർ എന്ന് പറയേണ്ടി വരും. ഓക്കെ, അതിനകത്ത് മലയാളമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സാമീപ്യം, സാദൃശ്യം, പൂർത്തീകരണം, തുടർച്ച. ഓക്കെ, അപ്പൊ അതിനകത്ത് സാമീപ്യം അല്ലെ, പ്രോക്സിമിറ്റി എന്ന് നമുക്ക് പറയാം. ദെൻ അടുത്ത സാദൃശ്യം, സിമിലാരിറ്റി എന്ന് നമുക്ക് പറയാം. പൂർത്തീകരണം, ക്ലോസർ ആണെന്ന് പറയാം. ഓക്കെ, ദെൻ തുടർച്ച അല്ലെ, കണ്ടിന്യൂറ്റി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ 4 സമീപനങ്ങൾ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന തിയറീസ് ഓഫ് പെർസെപ്ഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, കാഴ്ചപ്പാടിന്റെ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ദൃശ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 നിയമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മാക്സ് വെർത്തിമർ തന്റെ സമഗ്രതാവാദത്തിൽ കൂടെ സമൂഹത്തിൽ അവതരിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള പിക്ചേഴ്സ് ആണ് തരുന്നതെങ്കിലും ഓർത്തു വെച്ചോണം, ഇതൊക്കെ ഈ ഒരു ലോസിന്റെ ആണ്. ഇത് ഞാൻ തിയറീസ് പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. ഇപ്പം ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക ഈ 4 ദൃശ്യ ഘടകങ്ങളെ കുറിച്ച്: സാമീപ്യം, സാദൃശ്യം, പൂർത്തീകരണം, തുടർച്ച. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തിയറീസ് ഓഫ് പെർസെപ്ഷൻ. ഓക്കെ, തിയറീസ് ഓഫ് പെർസെപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രത്യക്ഷണം അല്ലെ. പെർസെപ്ഷൻ എന്ന് പറയുന്നത് കാഴ്ചപ്പാടിന്റെ തിയറീസ് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മാക്സ് വെർത്തിമർ ആണ്. ഓക്കെ, മാക്സ് വെർത്തിമർ ആണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ഈ വാദം ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. അവിടെ ഇല്ലേ ആരും? ഓക്കെയാണ് സാർ. ഓക്കെയാണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ പല ഫാക്കൽറ്റീസിന്റെയും ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട്. അവരിങ്ങനെ തൊണ്ട തുറന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ആരെന്നൊന്നും നോക്കണ്ട, നിങ്ങൾ അങ്ങ് റെസ്പോണ്ട് ചെയ്തേക്കണം. അത് സൗണ്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആക്ച്വലി ഇതെല്ലാം നിങ്ങളുടെ കമന്റ്സോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ അവരുടെ ആ ഫ്ലോ പോകുന്നുള്ളത് കൊണ്ട് അവർ അങ്ങനെ നോക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് ദയവായി നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, റെസ്പോണ്ട് ചെയ്യണം. അടുത്ത് നമ്മൾ വരുന്നത് വ്യവഹാരവാദത്തിലേക്കാണ്. ബിഹേവിയറിസം എന്ന് പറയുന്ന വ്യവഹാരവാദത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാദം. ഒരുപാട് പ്രാവശ്യം ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, ബിഹേവിയറിസത്തിനകത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ വർത്തനവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം. ഓക്കെ, അപ്പോ വ്യവഹാരവാദം ഒരു പദം, അടുത്തത് രണ്ടാമത്തത് വർത്തനവാദം, മൂന്നാമത്തത് ചേഷ്ടവാദം. ഓക്കെ, ഇങ്ങനെ 3 പദം മാത്രമല്ല. 4മത്തത് ബിഹേവിയറിസം. ഇങ്ങനെ മലയാളത്തിലും LP UPക്കാരോട് ചോദിക്കാം, ബിഹേവിയറിസത്തിന്റെ ഉപജ്ഞാതാവ് ആര്, അല്ലെങ്കിൽ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആര്, അല്ലെങ്കിൽ വർത്തനവാദത്തിന്റെ ഉപജ്ഞാതാവ് ആര്, അല്ലെങ്കിൽ ചേഷ്ടവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, JB വാട്സൺ. ആരാണ്? JB വാട്സൺ ആണ് ഏതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? നമ്മുടെ വർത്തനവാദത്തിന്റെ അല്ലെങ്കിൽ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? JB വാട്സൺ ആണ്. ഓക്കെ, JB വാട്സൺ ആണ്. അപ്പൊ ഇദ്ദേഹം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവരൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ആൾക്കാരൊക്കെ മനസ്സിനും ആത്മാവിനും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തു അല്ലെ. മനസ്സിന്റെ പ്രവർത്തനമെന്നും ആശയവും അതുപോലെ തന്നെ വികാരങ്ങളൊന്നും വേർതിരിക്കാൻ പറ്റില്ല, അതെല്ലാം മനസ്സിൽ തന്നെയാണ്. അന്തർ അവലോകനം ചെയ്യണം, മനസ്സിനോട് ചോദിക്കണം, അന്തർ നിരീക്ഷണം ചെയ്യണം, അന്തർദൃഷ്ടി പഠനം നടത്തണം എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോ ഇവര് വന്നിട്ട് പറയുകയാണ്, ഈ വ്യവഹാരവാദത്തിലുള്ള ആൾക്കാർ വന്നിട്ട് പറയുകയാണ് മനസ്സും ആത്മാവും ഇല്ല. ഓക്കെ, അവരങ്ങനെ പറഞ്ഞൊന്നുമില്ല. മനസ്സും ആത്മാവും
പരാമർശിക്കപ്പെടാത്ത ഒരൊറ്റ മനഃശാസ്ത്ര സമീപനമാണ് ഏതെന്ന് പറയുന്നത്, ബിഹേവിയറിസം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സും ആത്മാവിനെ കുറിച്ചും അവർ പറഞ്ഞില്ല. അപ്പൊ അവർ എന്തിനെ കുറിച്ചാ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പ്രാധാന്യം കൊടുത്തത് ജീവികളുടെ മനസ്സിനല്ല, ജീവികളുടെ വ്യവഹാരത്തിനാണ്. അതുകൊണ്ടാണ് അതിനെ വ്യവഹാരവാദം എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ മനസ്സിന്റെ പ്രവർത്തനമെന്നും മനുഷ്യരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ജീവികളുടെ വ്യവഹാരം. നമ്മളൊരു ജീവി തന്നെയാണ്, സംശയമൊന്നുമില്ല, ആനിമൽ തന്നെയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഹ്യൂമൻ ഈസ് ഓൾസോ ആനിമൽ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ജീവി എന്ന് ഉദ്ദേശിക്കുന്നത്, ഇവർ ഏറ്റവും കൂടുതൽ പിന്നെ എക്സ്പെരിമെന്റ്സ് ചെയ്തിരുന്നത് ജീവികളിലാണ് കേട്ടോ. ജീവികളിലാണ് ഇവർ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യം വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത് ജീവികളിലാണ്. അപ്പൊ ജീവികളുടെ വ്യവഹാരത്തിലാണ് ഇവർ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ജീവികളുടെ വ്യവഹാരം പോലെ തന്നെയാണ് മനുഷ്യരും. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, മനുഷ്യരും എന്താണ്, യൂക്യാരിയോട്ട് ആണ്, അല്ലെ? നമ്മുടെ പ്രോക്യാരിയോട്ട് യൂക്യാരിയോട്ട് എന്ന് പറയുന്നതിനകത്തുള്ള യൂക്യാരിയോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളും ആനിമൽ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്നത് തന്നെ, മൃഗം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് തന്നെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇവർ ജീവികളെ വെച്ചിട്ട് എന്ത് ചെയ്തത്, എക്സ്പെരിമെന്റുകൾ നടത്തിയത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 1920 മുതൽ ഇവൻ അങ്ങോട്ടും നിലവിൽ വരുക. 1920 മുതൽ നമ്മുടെ ധർമ്മവാദത്തിന്റെ കൂടെയും സമഗ്രതാവാദത്തിന്റെ കൂടെയും അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ തുടങ്ങി. ആര്? നമ്മുടെ ഈ വ്യവഹാരവാദം. 1920 മുതൽ 1960 വരെ, എന്റെ ദൈവമേ, 40 വർഷം, അല്ലെ? ആ 40 വർഷം ഈ മനഃശാസ്ത്ര മേഖല അടക്കി വാണ ഒരു സമീപനമാണ്. കാരണം ഇവിടെ മനസ്സിനും ആത്മാവിനും അവർ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പക്ഷെ അവർ ഒരുപാട് ജീവികളെ വെച്ചിട്ട് അവർ എന്ത് ചെയ്തു, ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തി. അതുകൊണ്ട് തന്നെ സമൂഹം നോക്കിയപ്പോൾ ഇവർ അത്രയധികം വർക്ക് ചെയ്യുന്നത് കൊണ്ടും അവരിങ്ങനെ ഓരോ തിയറീസ് ഇറക്കുന്നുണ്ട്, ഓരോ പ്രബന്ധങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ അതിന് കുറച്ച് പ്രാധാന്യം കൂടുതലായിട്ട് വന്നു. ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഏതിനെ? വ്യവഹാരവാദത്തിനെ, ബിഹേവിയറിസത്തിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് പ്രധാനപ്പെട്ട 3-4 ആൾക്കാരുണ്ട് കേട്ടോ, ഒരു സംശയമില്ല. അത് JB വാട്സന്റെ കഴിവ് മാത്രമല്ല, അതിന്റെ വക്താക്കളുടെയും കൂടെ കഴിവാണ്. ഏതാണ് വക്താക്കള്? തോണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നർ. ഓക്കെ, അതുപോലെ തന്നെ ഹള്ളും ഉണ്ട് കേട്ടോ, ഹള്ളും ഉണ്ട്. പക്ഷെ നമുക്ക് 3 പേരാണ് പ്രധാനപ്പെട്ട ആൾക്കാർ, തോണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നർ. ഓക്കെ, അപ്പൊ ഈ തോണ്ടേക്കും പാവ്ലോവും സ്കിന്നറും ഇവര് 3 പേരാണ് പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം അങ്ങോട്ട് പിടിച്ചു നിന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ഒരു പോയിന്റ് ഒന്ന് ഇനി ശ്രദ്ധിച്ചേ. എന്താണ് വ്യവഹാരവാദത്തിൽ പറയുന്നത്? സങ്കീർണ വ്യവഹാരങ്ങൾ എല്ലാം, അത് മനസ്സും ആത്മാവും ഒന്നും വിചാരിച്ചിട്ടില്ല. നിങ്ങളിപ്പോ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ എല്ലാം ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, അല്ലെ? സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ അതിന് ഒരു റെസ്പോൺസും ഉണ്ട്. അതായത് SR ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു വാദം, സ്റ്റിമുലസ് റെസ്പോൺസ്, SR ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു വാദമാണ് വ്യവഹാരവാദം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ വ്യവഹാരവാദമാണ്, അല്ലെങ്കിൽ JB വാട്സൺ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഏതിനാണ്? SR ബന്ധത്തിനാണ്. തോണ്ടേക്ക് പ്രാധാന്യം കൊടുത്തത് SR ബന്ധത്തിനാണ്. അതുപോലെ തന്നെ പാവ്ലോവ് പ്രാധാന്യം കൊടുത്തത് SR ബന്ധത്തിനാണ്. സ്കിന്നർ പ്രാധാന്യം കൊടുത്തത് SR ബന്ധത്തിനാണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു തെറ്റിയില്ലേ സാറിന്? തെറ്റിയില്ല എന്നല്ല, SR ബന്ധത്തിന് തന്നെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. പക്ഷേ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായി അത് കാര്യമില്ല. അദ്ദേഹം അതിനെ എന്ത് ചെയ്തു? റെസ്പോൺസ് ടു സ്റ്റിമുലസ് എന്ന് പറയുന്ന RS ബന്ധം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്ന് വിചാരിച്ചിട്ട് SR ബന്ധത്തിൽ നിന്ന് വഴിതെറ്റിയൊന്നും പോയില്ല കേട്ടോ. അതും അദ്ദേഹത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് SR തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ SR ബന്ധത്തെ RS ബന്ധമാക്കി മാറ്റിയത് കുട്ടികളുടെ റെസ്പോൺസിനനുസരിച്ച്, അല്ലെങ്കിൽ ജീവികളുടെ റെസ്പോൺസിനനുസരിച്ച് സ്റ്റിമുലേ കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് വന്നത് സ്കിന്നർ ആണ് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ SR ബന്ധത്തെ, സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്ന ബന്ധത്തെ RS ബന്ധമാക്കി മാറ്റിയത് സ്കിന്നർ ആണ് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, സ്കിന്നർ ആണെന്ന് ഓർത്തുവെക്കാം. ഓക്കെ, ഇപ്പോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും.
തോണ്ടേക്ക് അദ്ദേഹം പരീക്ഷണം നടത്തിയത് കാറ്റിലാണ് അല്ലെ, പൂച്ചയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. തോണ്ടേക്ക്, പൂച്ച തോണ്ടുക, എപ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി. തോണ്ടേക്ക് പൂച്ചയിലാണ് പരീക്ഷണം നടത്തിയത്. അതുപോലെ തന്നെ സ്കിന്നർ വെളുത്ത സ്കിന്നുള്ള എലിയിലും അതുപോലെ തന്നെ വെളുത്ത സ്കിന്നുള്ള പ്രാവിലും. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടിലുമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയത്. പ്രാവിലും എലിയിലുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പാവ്ലോവിന്റെ പട്ടി. ഓക്കെ, പാവ്ലോവിന്റെ പട്ടി എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ പാവ്ലോവ് ചെയ്തത് ഡോഗിലാണ് അല്ലെങ്കിൽ നായയിലാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഈ 3 പേരുടെയും എക്സ്പെരിമെന്റ്സ് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം കിട്ടിയല്ലോ. ഓക്കെ ആണേ. അപ്പൊ ബിഹേവിയറിസം എന്താണെന്ന് കിട്ടിയോ? വ്യവഹാരവാദം എന്താണെന്ന് കിട്ടിയോ? എന്താ ആൻസർ? പോരട്ടെ, ഇതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് റെസ്പോൺസ് വരണ്ടേ. യെസ്. ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോടാ? ഇത്രയും പറഞ്ഞ വാദങ്ങൾ മനസ്സിലാകാതെ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വാദത്തിലേക്ക് പോകണം. മാനസിക അപഗ്രഥനം എന്ന് പറയുന്ന വാദം. ഓക്കെ, മാനസിക അപഗ്രഥനം, അതായത് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന വാദത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മാനസിക അപഗ്രഥനം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മാനസിക അപഗ്രഥനം. അപ്പൊ ഞാൻ ആരുടെ എന്ന് പറഞ്ഞേ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ് മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഈ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ മാനസിക അപഗ്രഥനം എന്ന് നമുക്ക് പറയാം. ഓക്കെ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് ഉപമിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് ഉപമിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഐസ്ബർഗ് മെറ്റാഫോർ അല്ലെ, നമ്മൾ ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയാൽ മതി. ഫ്രോയിഡ് പഠിപ്പിച്ചതാണ് അല്ലെ, ഐസ്ബർഗ് മെറ്റാഫോർ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ആശയം കൊണ്ടുവന്നത് തന്നെ അദ്ദേഹമാണ്. അപ്പൊ ആ ഐസ്ബർഗിന്റെ ആ ഒരു കോൺസെപ്റ്റില്, ആശയത്തിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ട്, ഒരു പ്രീ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അപ്പൊ ഈ 3 കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു ഐസ്ബർഗിൽ കൂടെ, ഈ ഹിമശൈലത്തിൽ കൂടെ അല്ലെങ്കിൽ മഞ്ഞുമലയുമായിട്ട് അദ്ദേഹം കണക്ട് ചെയ്തത് 3 കാര്യങ്ങളാണ് എന്ന് ഓർത്തു വെക്കുക. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അബോധ മനസ്സ് എന്ന ആശയം എന്താ ഞാൻ പറഞ്ഞേ? അൺകോൺഷ്യസ് മൈൻഡ്. ബാക്കി എല്ലാവരും കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ പലരും പറഞ്ഞിരുന്നു കേട്ടോ. കോൺഷ്യസും സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ച് ആരും പറഞ്ഞിരുന്നില്ല. അപ്പൊ അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഈ ഒരൊറ്റ റീസൺ തന്നെയാണ് അദ്ദേഹത്തിനെ എന്തെന്ന് വിളിപ്പിച്ചത്? മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിച്ചത്. ഓക്കെ, മനഃശാസ്ത്രത്തിന്റെ പിതാവ്. ഏത് മനഃശാസ്ത്രത്തിന്റെ? അപ്പൊ മനഃശാസ്ത്രത്തിന്റെ പിതാവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. വില്യം വൂണ്ടാണ്. അദ്ദേഹം ലീപ്സിഗ് സർവകലാശാലയിൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ച ആളാണ്. അദ്ദേഹം മനസ്സിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അബോധ മനസ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നുകൊണ്ട് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്. ഓക്കെ, ഏത് മനഃശാസ്ത്രത്തിന്റെ? ആധുനിക മോഡേൺ സൈക്കോളജിയുടെ പിതാവ്. ഓക്കെ, മോഡേൺ സൈക്കോളജിയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ സോറി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്ന് ഓർത്തു വെക്കാം. ഇനി നമ്മൾ പഠിക്കേണ്ടത്, അദ്ദേഹം പറയുന്നത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് 3 മണ്ഡലങ്ങളുള്ള ഒരു സങ്കീർണ പ്രതിഭാസം. അപ്പൊ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മള് ഒരു എല്ലാം നമ്മുടെ സങ്കീർണമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളും ആര് പറഞ്ഞു? JB വാട്സൺ പറഞ്ഞു. നമ്മുടെ സങ്കീർണ വ്യവഹാരം എന്നാ പറഞ്ഞ, സങ്കീർണ മനസ്സിന്റെ ആകത്തുകയല്ല നമ്മുടെ വ്യവഹാരം എന്നല്ല ആര് പറഞ്ഞത്? JB വാട്സൺ പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം പറയുന്നത് മനസ്സിന്റെ പ്രവൃത്തി തന്നെയാണ് അല്ലെ, മനസ്സിന്റെ തന്നെയാണ് നമ്മളുടെ ബിഹേവിയർ. മനസ്സിനനുസരിച്ചാണ് നമ്മുടെ ബിഹേവിയർ വരുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ വഴക്കുണ്ടാക്കണോ അല്ലെങ്കിൽ സമാധാനമായിട്ട് പെരുമാറണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഈ അബോധ മനസ്സ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്
3 മണ്ഡലങ്ങളുള്ള ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനസ്സ്. നമ്മുടെ പ്രവൃത്തിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഓരോ മണ്ഡലങ്ങളാണ് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പൊ 3 മണ്ഡലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോധമനസ്സ്, ഉബോധ മനസ്സ്, അബോധ മനസ്സ്. ഓക്കെ, ബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ്, ഉബോധ മനസ്സ് സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഈ 3 മണ്ഡലങ്ങളാണ് നമ്മുടെ മനസ്സിനുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കേടാ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? അപ്പൊ 3 മണ്ഡലങ്ങളുള്ള ഒരു സങ്കീർണ പ്രതിഭാസമാണ് നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്ന് ഓർത്തു വെക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നില്ല, 3 മണ്ഡലങ്ങളുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു സങ്കീർണ പ്രതിഭാസമാണ് നമ്മുടെ മനസ്സ്. എന്നാൽ അദ്ദേഹം പറയുന്നത്, നമുക്കറിയാം JB വാട്സൺ പറഞ്ഞ വ്യവഹാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വ്യക്തിത്വമാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വ്യവഹാരത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പറയും വളരെ സമാധാനമായിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടും പറയാറുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു വ്യക്തിത്വത്തിന് 3 ഭാഗങ്ങളുണ്ട്. നമ്മുടെ ഓരോ വ്യവഹാരത്തിനും 3 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ, വ്യക്തിത്വത്തിന്റെ 3 ഭാഗങ്ങളെ കുറിച്ചാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഇഡ്, ഓക്കെ, ഈഗോ അല്ലെങ്കിൽ അഹം, അതുപോലെ തന്നെ സൂപ്പർ ഈഗോ അല്ലെങ്കിൽ അത്യഹം എന്ന് പറയുന്ന ആ 3 കാര്യങ്ങളാണ് വ്യക്തിത്വത്തിന്റെ 3 ഭാഗങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പൊ ഇഡ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി, ഇഡ് എന്ന് തന്നെയാണ്. ഓക്കെ, വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുന്നതിന് കാരണം ഇതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്. ഒന്നും കൂടെ ഞാൻ അത് പറയുന്നു. ഒരു കുട്ടി സ്കൂളിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോ, പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വാച്ച് നിലത്ത് വീണ് കെട്ടുന്നു. ഓക്കെ, അത് ഇപ്പോഴത്തെ നമ്മുടെ ഈ പറയുന്ന പോലെ ആൻഡ്രോയിഡ് വാച്ചാണ്. ഓക്കെ, ടച്ച് സ്ക്രീൻ ഉള്ള ഒരു വാച്ചാണ്. ആ കുഞ്ഞ് കുറെ നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവന്റെ കഷ്ടപ്പാടുകൾ കൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വാങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ട് അവൻ ആഗ്രഹിച്ചിരുന്ന വാച്ച് അവിടെ വീണ് കിടന്ന് കിട്ടുന്നു. അപ്പൊ അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, എന്താണ് ഇത്, എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, ആരും അറിയാതെ ഇത് വീട്ടിൽ കൊണ്ടുപോകണം, എന്റെ കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കണം, ഈ സ്കൂളിൽ വരുന്നത് ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും എനിക്ക് കെട്ടിക്കൊണ്ട് പോകാലോ, എനിക്ക് ഇഷ്ടപ്പെട്ട വാച്ചാണ്. ഇങ്ങനെയുള്ള വികാരങ്ങൾക്ക് അവൻ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സുഖത്വം എന്ന് പറയുന്ന, അത് കെട്ടുമ്പോൾ അവന് കിട്ടുന്ന ഒരു സുഖം, അല്ലെ, ആ സുഖത്വം എന്ന് പറയുന്ന തലം ക്രമീകരിക്കുന്നത് ഇഡാണ്. ഏതാണ്? ഇഡാണ് വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുന്നത്, അല്ലെങ്കിൽ സുഖത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഇഡാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അവിടെ കഴിഞ്ഞില്ല. ആ കുഞ്ഞ് പെട്ടെന്ന് ചിന്തിക്കുകയാണ്, പ്രശ്നമാകും, അല്ലെ? എന്താണ് ഇത്? പ്രശ്നമാകും. നീ അടിച്ചു മാറ്റുന്നതായിട്ട് ആരെങ്കിലും കണ്ടാൽ അത് സ്കൂൾ ഹെഡ് മാസ്റ്ററിനെ അറിയിക്കും, അല്ലെങ്കിൽ ടീച്ചറിനെ അറിയിക്കും, അല്ലെങ്കിൽ നിന്നെ കള്ളൻ എന്ന് വിളിക്കും. നീ അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറയുന്ന നമ്മുടെ യാഥാർത്ഥ്യ ബോധം. ഓക്കെ, നമ്മൾ ആ ഒരു വികാരങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ആ ഒരു ബോധം തരുന്നത് ഈഗോയാണ്. നമ്മുടെ ഈഗോ അല്ലെങ്കിൽ അഹം മനുഷ്യ മനസ്സിലെ പോലീസ് എന്നറിയപ്പെടുന്ന യാഥാർത്ഥ്യ ബോധമായിട്ട് നമ്മൾ കരുതുന്ന ഈഗോ അല്ലെങ്കിൽ അഹമാണ് എന്ന് മനസ്സിലേക്ക് ഓർത്തു വെക്കാം. അപ്പൊ മനുഷ്യ മനസ്സിലെ പോലീസ്, മനുഷ്യ മനസ്സിന്റെ പട്ടാളക്കാരൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തിത്വത്തിന്റെ 2ാമത്തെ ഭാഗം നിങ്ങൾക്ക് കിട്ടി. ഇനി ആ കുഞ്ഞ് വിചാരിക്കുകയാണ്, അയ്യോ ഇത് ഏതോ ഒരു കൊച്ചിന്റെ വാച്ചാണ്, അല്ലെ, ഏതോ ഒരു കൊച്ചിന്റെ വാച്ചാണ്, കഷ്ടം, അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും വാങ്ങിച്ചത്, അവന് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം. പക്ഷെ എനിക്ക് അറിയില്ല അത് ആരുടെയാണെന്ന്. എന്താ ചെയ്യാൻ പറ്റുക? ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കും, അല്ലെ, ഇതാ ഇങ്ങനെ എനിക്ക് കളഞ്ഞു കിട്ടിയതാണ് സാർ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കും. അതൊരു സന്മാർഗമല്ലേ ചെയ്തത്? സന്മാർഗത്വമല്ലേ? ഒരു മോറൽ ആയിട്ടുള്ള ഒരു കാര്യം, മൊറയിലായിട്ടുള്ള ഒരു കാര്യമല്ലേ ചെയ്തത്? അതാണ് അവന്റെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്, അവന്റെ അത്യഹം എന്ന് പറയുന്നത്, മനുഷ്യ മനസ്സിലെ നൈതിക ശക്തി എന്ന് വിളിക്കുന്നത്, സന്മാർഗത്തിനിടയാക്കുന്നത് സൂപ്പർ ഈഗോയാണ്, അത്യഹമാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പോ 3 ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സുഖത്വം, യാഥാർത്ഥ്യം, സന്മാർഗത്വം. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, അല്ലെങ്കിൽ ഇഡ്, അഹം, അത്യഹം എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 3 ഭാഗങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ വക്താക്കളെ കുറിച്ചാണ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ വക്താവ് എന്ന് പറയുന്നത്
കാൾ യുങ്. ഓക്കെ, കാൾ യുങ്, CJ യുങ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാൾ യുങ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വക്താവ്. അതുപോലെ തന്നെ ആൽഫ്രഡ് അഡ്ലർ, ഒരുപാട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തി, മനസ്സിനെ കുറിച്ച്, കുഞ്ഞുങ്ങളുടെ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷണം നടത്തിയ മറ്റൊരു വ്യക്തിയാണ് ആൽഫ്രഡ് അഡ്ലർ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? കാൾ യുങ്ങും ആൽഫ്രഡ് അഡ്ലറുമാണ് ഏതിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്? ഈ പറയുന്ന മാനസിക അപഗ്രഥനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് കാൾ യുങ്ങും ആൽഫ്രഡ് അഡ്ലറും. ഓക്കെ, ആൽഫ്രഡ് അഡ്ലറും കൂടെ ചേർന്നാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി ഇവിടെ നമ്മൾ ഒരു വാക്കും കൂടെ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി ഒരുപാട് വാക്കുകളുണ്ട്, കാത്തക്സുകൾ എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ലിബിഡോ. ലിബിഡോ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഇവിടെ പഠിക്കണം. ലിബിഡോ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇതില്ലേ, വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുന്നത്, ആ ഇതിനെ പ്രവർത്തന നിരതമാക്കുന്ന ഊർജമാണ് ഏതെന്ന് പറയുന്നത്? ലിബിഡോ എന്ന് പറയുന്നത്. അപ്പോ മനോലൈംഗിക ഘട്ടങ്ങളെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതും ലിബിഡോ തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനെ പ്രവർത്തന നിരതമാക്കുന്ന ഊർജം എന്നറിയപ്പെടുന്നത് ലിബിഡോയാണ് എന്ന് ഓർത്തു വയ്ക്കുക. അങ്ങനെ ഒരു വാക്കുകൊണ്ടാണ് അദ്ദേഹം അതിനെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലിബിഡോ എന്ന് പറയുന്ന വാക്കും കൂടെ ഇവിടെ ഒന്ന് പഠിച്ചോളൂ. ഇനി ഇവിടുത്തെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഇത് നിങ്ങളെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. ഇത് LP UP പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, കെറ്റിന് ഇങ്ങനെ വരണമെന്നില്ല. അബോധ മനസ്സാണ് മാനസിക യാഥാർത്ഥ്യമെന്നും അവയുടെ ചോദനകളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പ്രകാശിതമാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ നിങ്ങളോട് ഇതൊന്നും ഓർമ്മയില്ലാത്തപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇത് വ്യവഹാരവാദത്തിന്റെ JB വാട്സൺ പറഞ്ഞതാണെന്ന് ചിലപ്പം പറഞ്ഞു പോകും കേട്ടോ. കാരണം ഇവിടുത്തെ വ്യവഹാരങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ JB വാട്സൺ ഏതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല? അബോധ മനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, അബോധ മനസ്സാണ് മാനസിക യാഥാർത്ഥ്യം. മാനസിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അബോധ മനസ്സാണെന്നും അവയുടെ ചോദനകളാണ് നമ്മുടെ ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും പ്രകാശിതമാകുന്നത്. അല്ലാതെ JB വാട്സൺ പറയുന്നത് പോലെ മനസ്സിനും ആത്മാവിനും പ്രാധാന്യമില്ല എന്നല്ല, അബോധ മനസ്സാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് JB വാട്സൺ മനസ്സിനും ആത്മാവിനും പ്രാധാന്യം കൊടുക്കാത്തതെന്ന് ഇപ്പം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. കാരണം അന്ന് അബോധ മനസ്സെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഈ അബോധ മനസ്സെന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ മാനസിക അപഗ്രഥനത്തിനെ കുറിച്ച് കിട്ടിയോ? അപ്പൊ നമ്മള് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് ഉപമിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് സിഗ്മണ്ട് ഫ്രോയിഡ്. അബോധ മനസ്സെന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്, 3 മണ്ഡലങ്ങളുള്ള ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനസ്സ്. ആ 3 സങ്കീർണ പ്രതിഭാസം എന്ന് പറയുന്നത് ബോധമനസ്സ്, ഉബോധ മനസ്സ്, അബോധ മനസ്സ് എന്ന് പറയുന്ന മണ്ഡലങ്ങൾ അല്ലെ. അതുപോലെ തന്നെ വ്യക്തിത്വത്തിന്റെ 3 ഭാഗങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഏതൊക്കെയാണ് ആ 3 ഭാഗങ്ങള്? ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഓക്കെ, വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുന്നത് സുഖത്വം, മനുഷ്യ മനസ്സിന്റെ പോലീസ് എന്നറിയപ്പെടുന്നത് യാഥാർത്ഥ്യം, മനുഷ്യ മനസ്സിലെ നൈതിക ശക്തി എന്ന് പറയുന്നത് സന്മാർഗത്വം അല്ലെ. സന്മാർഗത്വം അല്ലെങ്കിൽ ഈ പറയുന്ന മോറൽ വാല്യൂസ് ആണ് നമ്മുടെ അല്ലെ. പിന്നെ വക്താക്കൾ എന്ന് പറയുന്നത് കാൾ യുങ്ങും ആൽഫ്രഡ് അഡ്ലറും. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മ വന്നത് പെട്ടെന്ന് പറഞ്ഞു പോയിക്കോട്ടെ. ഈ സന്മാർഗത്വം, അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ഒരു കാര്യം, ഈ സന്മാർഗത്വം കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് റിവാർഡാണ്. ഓക്കെ, ഈ സന്മാർഗത്തെ എങ്ങനെ കുട്ടിയിൽ ജനിക്കുന്നു? റിവാർഡും ഒന്ന് പണിഷ്മെന്റ് ആണ്. ഓക്കെ, ഒന്ന് സമ്മാനവും ഒന്ന് ശിക്ഷയുമാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അദ്ദേഹം പറയുന്നത് റിവാർഡും പണിഷ്മെന്റും. എപ്പോഴോ ആ കുട്ടി അത് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവന് ശിക്ഷ കിട്ടിക്കാണും അല്ലെ, ആരെങ്കിലും കണ്ടുപിടിച്ച് കാണും. അതുകൊണ്ടാണ് അവൻ എന്തിന് തയ്യാറാകുന്നത്? കൊണ്ടു കൊടുക്കാൻ തയ്യാറാകും. ഇല്ലെങ്കിൽ അവൻ അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ 2 തിരിച്ചു ആവാം. അവന് സത്യസന്ധത കൊണ്ട് അവൻ ഹെഡ് മാസ്റ്ററിനെയോ അല്ലെങ്കിൽ അവന് അത് വേണ്ടപ്പെട്ടവരിലേക്ക് കൊണ്ടുകൊടുത്തപ്പോൾ അവിടെ ചിലപ്പോൾ അവന് സമ്മാനം കിട്ടിക്കാണും, അറ്റ്ലീസ്റ്റ് ഒരു അപ്രീസിയേഷൻ എങ്കിലും കിട്ടിക്കാണും. താങ്ക് യു, നീ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് കിട്ടിയത് കൊണ്ടായിരിക്കാം അവൻ വീണ്ടും അത് ചെയ്യുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, കിട്ടിയോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, അപ്പോ ചോദിച്ചു. അപ്പോഴേ നമുക്ക് ഇന്ന് പഠിച്ചത് ഈ ഒരു 4 എണ്ണമാണ് കേട്ടോ. ഈ ഒരു 4 എണ്ണം ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ ഇന്ന് എടുക്കുന്നില്ല. ഈ ഒരു
നമ്മളിപ്പോ ഇന്ന് പഠിച്ചത് ഏതൊക്കെയാണ്? ഒന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് ഓർത്തൊന്ന് പറഞ്ഞേ. നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഘടനാവാദം പഠിച്ചു, അതുപോലെ തന്നെ ധർമ്മവാദം പഠിച്ചു, സമഗ്രതാവാദം, പിന്നെ നമ്മുടെ വ്യവഹാരവാദം, ദെൻ മാനസിക അപഗ്രഥനം. അപ്പൊ എത്ര പഠിച്ച്? 1, 2, 3, 4, 5 പഠിച്ചിട്ടുണ്ട് കേട്ടോ. 4 അല്ല, 5 പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 5 കൃത്യമായിട്ടും പഠിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കുമ്പോൾ അത് തരാൻ പറ്റുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും? ഇതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പഠിച്ചേക്കണം. ഞാൻ ഇതിന്റെ നോട്ട് നിങ്ങളുടെ ഇതിനകത്തേക്ക് ഇട്ടേക്കാം. ബാക്കിയുള്ള വാദത്തിന്റെയും കൂടെ ഇട്ടേക്കാം. നിങ്ങൾ അതും കൂടെ ഒന്ന് വായിച്ചോളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുത്തോളാം.